അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികൾ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം, ചെറിയൊരു ദിക്ർ. നമ്മുടെ അശ്രദ്ധാമൂലം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് നാം വീട്ടിലേക്ക് കയറുന്ന വേളയിൽ, പല ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തുപോയി തിരിച്ചു വീട്ടിലേക്ക് കയറുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, അല്ലാഹുവിന്റെ മഹത്വമേറിയ, ഒരുപാട് അത്ഭുതം നിറഞ്ഞ, മഅ്ശറയിൽ തുലാസിൽ ഏറെ ഭാരം കുറിക്കുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്ർ ലാസിമാക്കുന്നവൻ പരലോകത്ത് ചന്ദ്രനെ പോലെയായിരിക്കും അവന്റെ മുഖം തിളങ്ങുന്നതെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ഈ ഒരു ദിക്ർ വീട്ടിൽ കയറുന്ന വേളയിൽ പതിവാക്കിയാൽ, ഒരാൾ ദിവസവും വീട്ടിൽ കയറുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അദ്ദേഹത്തിന് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരികയില്ല. ദാരിദ്ര്യം, കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ, അവനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലഭിക്കാത്തൊരവസ്ഥ അവന്റെ ജീവിതത്തിൽ വരികയില്ല, അവനിക്കും വരികയില്ല. അവൻ ചിലവ് കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ ആരൊക്കെ ഉണ്ടാവും വീട്ടിൽ, ആർക്കും ഈ ഒരു അവസ്ഥ വരികയില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ദാരിദ്ര്യം വരാത്ത രൂപത്തിൽ ജീവിക്കണം. അല്ലാഹു തആല അത്തരത്തിലുള്ള നല്ല ജീവിതം, ഇസ്സത്തുള്ള ജീവിതം അല്ലാഹു തആല തരട്ടെ. ദാരിദ്ര്യം എന്നുള്ളത് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഒരാൾക്ക് ദാരിദ്ര്യം കുന്നുകൂടിയാൽ അദ്ദേഹം കുഫറിലേക്ക് വരെ, ഈമാന് തെറ്റേണ്ട ഒരു അവസ്ഥ, ഈമാനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വരെ വന്നു ചേരുമെന്ന് തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അത്രയും കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ, ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണ് ദാരിദ്ര്യം എന്നുള്ളത്. അപ്പോൾ ദാരിദ്ര്യം വരാത്ത രൂപത്തിൽ നമുക്ക് ഈ ഒരു ദിക്ർ പതിവാക്കി വന്നാൽ അല്ലാഹു തആല ഒരിക്കലും ദാരിദ്ര്യം തരുകയില്ല. അല്ലാഹു തആല നമുക്ക് മരണം വരേക്കും ഇസ്സത്തുള്ള, അന്തസ്സുള്ള, അഭിമാനമുള്ള ജീവിതം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പറഞ്ഞു വന്നത്, വീട്ടിൽ കയറുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി വീട്ടിൽ കയറാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു തആല അത്തരത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.